സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകളെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റി തനത് വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി. കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി വിശദീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MP ഹൈബി ഈഡൻ അധ്യക്ഷത വഹിച്ച ശില്പശാലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ, കില ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി വിശദീകരണ ശില്പശാല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ.എം. ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ ഗ്രാന്റുകളെ മാത്രം ആശ്രയിക്കുന്ന രീതി മാറ്റി തനതു വരുമാനം വർദ്ധിപ്പിച്ച് സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന പഞ്ചായത്തുകൾ സ്വന്തം നിലയിൽ വരുമാന മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെന്നും ഇതിനായി റവന്യൂ വകുപ്പുമായി സഹകരിച്ചുള്ള നടപടികൾക്ക് സർക്കാർ മുൻകൈയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഫണ്ട് അനുവദിക്കുന്നതുകൊണ്ട് മാത്രം തദ്ദേശ സ്ഥാപനങ്ങൾ ശക്തിപ്പെടില്ലെന്നും യഥാർത്ഥ വികേന്ദ്രീകരണം സാമ്പത്തിക സഹായത്തോടൊപ്പം ആവശ്യമായ അധികാരങ്ങൾ കൂടി കൈമാറുന്നതിലൂടെയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഫെഡറൽ സംവിധാനത്തിനുള്ളിൽ പഞ്ചായത്തുകൾക്ക് നിർവഹിക്കാനാകുന്ന പരമാവധി അധികാരങ്ങൾ കൈമാറുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും അധികാരങ്ങൾക്കൊപ്പം തനതു വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉത്തരവാദിത്വവും പഞ്ചായത്തുകൾ ഏറ്റെടുക്കണമെന്നും മന്ത്രി ജനപ്രതിനിധികളോട് ആവശ്യപ്പെട്ടു. പരിശീലന പരിപാടി അതിനായി ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കളമശ്ശേരി ആശിഷ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ശില്പശാലയിൽ MP ഹൈബി ഈഡൻ അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് റൂറൽ ഡയറക്ടർ അപൂർവ ത്രിപാഠി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ദിവ്യ എസ്. അയ്യർ, കില ഡയറക്ടർ ജനറൽ N. ദേവിദാസ്, നബാർഡ് ചീഫ് ജനറൽ മാനേജർ BR. പ്രേമി, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ജയ് ഭാരത് പോളിടെക്നിക്കിൽ അഡ്മിഷൻ തുടരുന്നു. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സൈബർ ഫോറൻസിക്, പിന്നെ എല്ലാ പ്രധാന ട്രെൻഡിംഗ് കോഴ്സുകൾ. +2 ITM കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.